Hi guys, welcome to Wheeler IS Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ലക്ഷ്മികാന്ത് ഇന്ത്യൻ പോളിറ്റിയുടെ ലെക്ചർ 2 ആണ്. ഓക്കെ, നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ചാണ്. ഓക്കെ, സോ പ്രസിഡന്റിൻ്റെ ലെക്ചറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അതിൽ ആർട്ടിക്കിൾ 52 മുതൽ ആർട്ടിക്കിൾ 63 വരെ. ആർട്ടിക്കിൾ 63 എന്ന് പറയുന്നത് വൈസ് പ്രസിഡൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ എവിടെ വരെയാണ്? ആർട്ടിക്കിൾ 52 മുതൽ ആർട്ടിക്കിൾ 63 വരെയാണ്. ഓക്കെ, സോ ഇത് പഠിച്ചിരിക്കുക. ആർട്ടിക്കിൾ 52 മുതൽ നമ്മുടെ 63 വരെ പഠിച്ചിരിക്കുക നമുക്ക് എളുപ്പമാണ്. സോ അതൊരു ഓർഡറിൽ പഠിച്ചാൽ മതി. ഓക്കെ, അതൊരു കഥ പോലെ പഠിച്ചു. ഓക്കെ, രണ്ട് വ്യക്തികളുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, ഒരാളുടെ പേര് അർജുൻ എന്നും മറ്റൊരാളുടെ പേര് അശ്വതി എന്നും ഓർത്ത് വെക്കുക. ഓക്കെ, മറ്റൊരാളുടെ പേര് അശ്വതി. ഓക്കെ, ഒരാളുടെ പേര് അർജുൻ, മറ്റൊരാളുടെ പേര് അശ്വതി. ഓക്കെ, ഈ അർജുൻ നമ്മുടെ പ്രസിഡൻ്റാണ്. ഓക്കെ, അർജുൻ നമ്മുടെ പ്രസിഡൻ്റാണ്. അശ്വതി നമ്മുടെ വൈസ് പ്രസിഡൻറ്റുമാണ്. ഓക്കെ, അർജുൻ ആരാണ്? അർജുൻ നമ്മുടെ പ്രസിഡൻറ്റും അശ്വതി നമ്മുടെ വൈസ് പ്രസിഡൻറ്റുമാണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ അർജുൻ നമ്മുടെ പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്നത് അദ്ദേഹം നമ്മുടെ അർജുൻ്റെ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ വരും. ഓക്കെ, അത് അടുത്ത ആർട്ടിക്കിളായിട്ട് വരുന്നതാണ്. ഓക്കെ, എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ വരും. അത് കഴിഞ്ഞ് നമ്മുടെ പ്രസിഡൻറ്റിനെ എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത് എന്ന് വരും. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 54 55 പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വൺസ് പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ കാലാവധി നമുക്കറിയണം. എലക്ട് ചെയ്ത ഒരാൾ പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം എത്ര വർഷമായിരിക്കും അവിടെ ഇരിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയണം. അതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 56. ഓക്കെ, ആർട്ടിക്കിൾ 56 എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലാവധിയെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, ആർട്ടിക്കിൾ 57 അത് കഴിഞ്ഞ് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 57. ആർട്ടിക്കിൾ 57 പറയുന്നത് ശരി, അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. ഓക്കെ, ആർട്ടിക്കിൾ 56 അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു, അദ്ദേഹത്തിന് വീണ്ടും ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതാണ് എലിജിബിലിറ്റി ഫോർ റീ എലക്ഷൻ. എലിജിബിലിറ്റി ഫോർ റീ എലക്ഷൻ ആണ് ആർട്ടിക്കിൾ 57 പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 58. ഓക്കെ, ആർട്ടിക്കിൾ 58 എന്ന് പറയുന്നത് ഒരാൾക്ക് പ്രസിഡൻ്റ് ആകാൻ വേണ്ട ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നതാണ്. അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുന്നേ ഇങ്ങനെ ഓർത്തിരിക്കുക, നമ്മുടെ ഈ അർജുന് വീണ്ടും ഇലക്ഷന് നിൽക്കണം. പക്ഷേ ഇലക്ഷൻ നിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ക്വാളിഫിക്കേഷൻ വേണം. സോ ആർട്ടിക്കിൾ 58 എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, ആർട്ടിക്കിൾ 59 എന്ന് പറയുന്നത് കണ്ടീഷൻ ഓഫ് പ്രസിഡൻസ് ഓഫീസാണ്. ഓക്കെ, ആർട്ടിക്കിൾ 59 എന്ന് പറയുന്നത് പ്രസിഡൻറ്റ് ഓഫീസിൽ കണ്ടീഷൻസ് ഓഫ് പ്രസിഡൻസ് ഓഫീസാണ്. ഓക്കെ, ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത് ഓത്താണ്. ആർട്ടിക്കിൾ 61 എന്ന് പറയുന്നത് ഇംപീച്ച്മെൻ്റ് ആണ്. ഓക്കെ, സോ ഇതിങ്ങനെ നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഓക്കെ, ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത് ഓത്തും 61 എന്ന് പറയുന്നത് പ്രൊസീജിയർ ഫോർ ദി ഇംപീച്ച്മെൻറ്റും ആർട്ടിക്കിൾ 62 എന്ന് പറയുന്നത് ടേം. ഓക്കെ, നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആകുന്നതിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 62 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിത് ഇങ്ങനെ നമ്മളൊന്ന് പഠിച്ച് പോരാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ അതങ്ങനെ പഠിക്കരുത്. ഓക്കെ, ഇത് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു അർജുൻ പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 52, വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 63. ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 52 പറയുന്നത് there shall be a president of India. ഓക്കെ, there shall be a president of India എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 52. ഓക്കെ, ഇന്ത്യക്കൊരു രാഷ്ട്രപതി വേണം എന്ന് പറയുന്നൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 52 പറയുന്നത് ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. നമ്മുടെ അർജുനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 63. ഓക്കെ, ആർട്ടിക്കിൾ 63 പറയുന്നത് there shall be a vice president of India. ഓക്കെ, ആർട്ടിക്കിൾ 63 പറയുന്നത് there shall be a vice president of India. ഓക്കെ, ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡൻറ്റ് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63. ഓക്കെ, ഇനി ഇതെങ്ങനെ പഠിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഈ ആർട്ടിക്കിൾ 63 വ്യക്തി ആരായിരുന്നു? നമ്മുടെ അശ്വതി നോക്കുക. നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തി എന്ന് നമ്മുടെ ഇതിൽ പറയാം. ഓക്കെ, നമ്മുടെ അശ്വതി. ഓക്കെ, അശ്വതി ആയിരുന്നു വൈസ് പ്രസിഡൻറ്റ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അശ്വതിക്ക് പ്രസിഡൻ്റ് ആകേണ്ട വന്നു. ഓക്കെ, 63 അശ്വതി വൈസ് പ്രസിഡൻ്റാണ്. there shall be വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ പ്രസിഡൻറ്റ് ആ സ്ഥാനത്തില്ലാതെ വരികയും അശ്വതിക്ക് വൈസ് പ്രസിഡൻ്റ് ആകേണ്ടേയും വന്നു. ഓക്കെ, സോ അപ്പം ആർട്ടിക്കിൾ 62 പറയുന്നത് എന്താണ്? ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ അശ്വതിക്ക് പ്രസിഡൻ്റ് ആകേണ്ട വന്നത്? ഡെഫിനറ്റ്ലി പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആയ സമയത്ത്. ഓക്കെ, വേക്കൻസി. ഓക്കെ, പ്രസിഡൻറ്റ് ഓഫീസിലെ വേക്കൻസി വന്നപ്പോഴത്തേക്കും. ഓക്കെ, സോ ആർട്ടിക്കിൾ 62 പറയുന്നത് the time of holding election to
fill vacancy in the office of the president and the term of office or person elected to fill the casually vacancy. ഓക്കെ, കാഷ്വൽ വേക്കൻസി. ഓക്കെ, സോ അതാണ് ആർട്ടിക്കിൾ 62 പറയുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന്, അദ്ദേഹത്തിൻ്റെ ടേം എക്സ്പയർ ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടേം എക്സ്പയർ ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, രണ്ടാമതായിട്ട് ഓക്കെ ഡെത്ത്, പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആകുന്ന രണ്ടാമത്തെ കാര്യമാണ് ഡെത്ത്. ഓക്കെ, അദ്ദേഹത്തിന് മരണം സംഭവിക്കുക. അങ്ങനെ മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇംപീച്ച്മെൻ്റ് ആണ്. ഓക്കെ, മൂന്നെന്ന് പറയുന്നത് ഇംപീച്ച്മെൻ്റ് ആണ്. ഓക്കെ, 3 ഇംപീച്ച്മെൻറ്റ്. ഓക്കെ, 3 പറയുന്നത് ഇംപീച്ച്മെൻറ്റും 4 പറയുന്നത് റെസിഗ്നേഷനുമാണ്. ഓക്കെ, റെസിഗ്നേഷനുമാണ്. ഓക്കെ, സോ ഇത്രയും സാഹചര്യങ്ങളിലാണ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആകുന്നത്. ഇതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആർട്ടിക്കിൾ 62, നമ്മുടെ 63 ഇരുന്ന വൈസ് പ്രസിഡൻ്റായ കഥയാണ് നമ്മൾ പറയുന്നത്. അതിന് തൊട്ട് മുൻപേ നടന്ന സംഭവം ആർട്ടിക്കിൾ 62, ആ പ്രസിഡൻറ്റ് ഓഫീസ് എങ്ങനെയാണ് വേക്കൻ്റ് ആയെന്നുള്ളത്. ഓക്കെ, ഒന്ന് ടേം എക്സ്പയർ ആയിട്ടുണ്ടായിരിക്കാം, 2 പ്രസിഡൻറ്റിൻ്റെ ഡെത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, 3 അദ്ദേഹത്തെ ഇംപീച്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, 4 റെസിഗ്നേഷൻ നടന്നിട്ടുണ്ടായിരിക്കാം. സോ ഇത്രയും സാഹചര്യങ്ങളാണ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആകുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്തേക്ക് വിത്തിൻ 6 months, 6 മാസത്തിനുള്ളിൽ, ഓക്കെ, 6 മാസത്തിന് ഉള്ളിൽ നമുക്ക് എന്ത് വേണം, 6 മാസത്തിന് ഉള്ളിൽ ഇത് നടക്കണം. ഓക്കെ, പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്തിരിക്കണം. 6 മാസത്തിനുള്ളിൽ നമ്മുടെ പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്തിരിക്കണം. ഓക്കെ, 6 മാസം അല്ല 6 monthsനുള്ളിൽ നമ്മുടെ പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്തിരിക്കണം. ആ കാര്യം ഓർത്ത് വെക്കാം. പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തിനുള്ളിൽ തന്നെ അടുത്ത പ്രസിഡൻറ്റ് വരേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അങ്ങനെ വരുന്ന പ്രസിഡൻറ്റ്, ഓക്കെ, അങ്ങനെ വരുന്ന പ്രസിഡൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അദ്ദേഹം എന്ന് ചാർജ് എടുക്കുന്നു. ഓക്കെ, 2020 അദ്ദേഹം ജാനുവരി 1 അദ്ദേഹം ചാർജ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് 2025 ജാനുവരി 1 വരെ അദ്ദേഹത്തിന് കാലാവധി ഉണ്ടായിരിക്കും എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, 5 വർഷത്തേക്ക് അദ്ദേഹത്തിന് ഇരിക്കാമെന്നായിരിക്കും. ഇതാണ് ആർട്ടിക്കിൾ 62 പറയുന്നത്. ഓക്കെ, ഇനി തൊട്ട് മുമ്പത്ത്, ഇനി നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് നമ്മുടെ പ്രസിഡൻറ്റിലേക്ക് വന്ന കഥയാണ് പറയുന്നത്. ഓക്കെ, തൊട്ട് മുമ്പ് അദ്ദേഹം എന്തുകൊണ്ടാണ് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റ് ആയത്, ഈ ഒരു പ്രത്യേക സാധനം നമ്മുടെ അശ്വതി നമ്മുടെ അർജുൻ പോയ സമയത്ത്, അർജുൻ ഇംപീച്ച്മെൻറ്റ് ചെയ്ത് പോയ സമയത്തുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അത് നമ്മുടെ ആർട്ടിക്കിൾ 61 വരും. ഓക്കെ, ആർട്ടിക്കിൾ 61 എങ്ങനെയാണ് ആർട്ടിക്കിൾ 61 വന്നത്, നമ്മുടെ പ്രസിഡൻറ്റ് ഓഫീസ് വേക്കൻ്റ് ആയി. അത് ഏത് സാഹചര്യത്തിൽ നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിൽ വേക്കൻ്റ് ആയത്, ഇംപീച്ച്മെൻറ്റ് നടന്നപ്പോഴേക്കും. ഓക്കെ, നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞ രാഷ്ട്രപതി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടന്നു. ഓക്കെ, ഇംപീച്ച്മെൻറ്റ്. ഓക്കെ, ആർട്ടിക്കിൾ 61 എന്ന് പറയുന്നത് ഇംപീച്ച്മെൻ്റ് ആണ്. ഓക്കെ, ഇംപീച്ച്മെൻറ്റ്. ഓക്കെ, ആർട്ടിക്കിൾ 61 പറയുന്നത് പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 61. ഓക്കെ, സോ അങ്ങനെ പ്രസിഡൻറ്റിനെ ഇംപീച്ച്മെൻറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ നമ്മുടെ ലോക്സഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും ഒരു സഭയിൽ ആദ്യമായിട്ട് ഉന്നയിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു സഭയിൽ ഉന്നയിക്കുകയും മറ്റേ സഭ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അന്വേഷിക്കുന്നതിനകത്ത് നമ്മുടെ പ്രസിഡൻറ്റിന് ഇതിൻ്റെ പാർട്ടാകാൻ പറ്റുന്നതാണ് കേട്ടോ. ആ കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നീട് ഇംപീച്ച്മെൻറ്റ് പൂർത്തിയാകുന്നത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ അന്വേഷണം നടന്നിട്ട് കുറ്റം ചെയ്തു എന്ന് അദ്ദേഹത്തിന് വരികയാണെങ്കിൽ ആകെ സഭയുടെ 3/2 ഭാഗം, ഓക്കെ, 3/2 ഭൂരിഭാഗം ഇദ്ദേഹത്തിനെതിരായിട്ട് വോട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ഇംപീച്ച്മെൻറ്റ് നടപടികൾ പൂർത്തിയാകത്തുള്ളൂ. 3/2 ഭാഗം എന്നുള്ള ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്കിത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് മെജോറിറ്റി അമെൻമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അമെൻമെൻറ്റ്സ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, എത്ര തരത്തിലുള്ള അമെൻമെൻറ്റ്സ് ഉണ്ട് അങ്ങനെയുള്ള. ഓക്കെ, സോ അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തേക്ക് പഠിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ 61 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 61 എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 61. ഓക്കെ, സോ ഇംപീച്ച്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളെ പുറത്താക്കുകയാണ്. ഓക്കെ, സോ ഇംപീച്ച്മെൻറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പേ അദ്ദേഹം ചെയ്തിട്ടുള്ള എന്തായിരിക്കും, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരികയായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ആർട്ടിക്കിൾ 60. ഓക്കെ, ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത് എന്താണ്, ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത് ഓത്താണ്. ഓക്കെ, പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 60. സോ ആർട്ടിക്കിൾ 60 വഴി സത്യപ്രതിജ്ഞ ചെയ്തു വന്ന പ്രസിഡൻറ്റ് പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഒരു തെറ്റ് ചെയ്തെന്നായിരിക്കും. അങ്ങനെ അദ്ദേഹത്തെ ആർട്ടിക്കിൾ 61 പ്രകാരം പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയ സമയത്ത് ആർട്ടിക്കിൾ 62 പ്രകാരം പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് വേക്കൻ്റായി. അത് പ്രകാരം പിന്നീട് ആർട്ടിക്കിൾ 63 നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്ഥാനമേറ്റു. ഓക്കെ, അതാണ് കഥ. ഓക്കെ, ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത് ഓത്താണ്. ഓക്കെ,
നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഓത്തിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 60. ഓക്കെ, സോ നമ്മൾ ആർട്ടിക്കിൾ 63, 62, 61, 60 പുറകോട്ട് പഠിച്ചു. ഓക്കെ, സോ ഇനിയുള്ള ആർട്ടിക്കിൾ നമുക്ക് മുന്നോട്ട് പഠിക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 63 പഠിച്ചു, ആർട്ടിക്കിൾ 62 പഠിച്ചു, ആർട്ടിക്കിൾ 61 പഠിച്ചു, ആർട്ടിക്കിൾ 60 പഠിച്ചു. ആർട്ടിക്കിൾ 63 എന്ന് പറയുന്നത് ദേശാൽ ബി വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 62 വൈസ് പ്രസിഡൻറ്റ് ഇന്ത്യയുടെ നമ്മുടെ പ്രസിഡൻ്റ് ആയ സാഹചര്യം, നമ്മുടെ പ്രസിഡൻറ്റ് ഓഫീസ് വേക്കൻ്റ് ആയി. അതെന്തുകൊണ്ട് വേക്കൻ്റ് ആയെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെൻറ്റ്. ആർട്ടിക്കിൾ 60 ആ ഇംപീച്ച്മെൻറ്റ് ആകുന്നതിന് മുമ്പ് അദ്ദേഹം എന്തായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക, സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് ആർട്ടിക്കിൾ 60. ഓക്കെ, ഇനി ബാക്കിയുള്ള ആർട്ടിക്കിൾ നമുക്ക് 52 മുതൽ 59 വരെ നമുക്ക് മുന്നോട്ട് പഠിക്കാം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ആർട്ടിക്കിൾ 52. ഓക്കെ, ആർട്ടിക്കിൾ 52 എന്താണ് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ദർ ഷാൽ ബി എ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ദർ ഷാൽ ബി എ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, സോറി, ദർ ഷാൽ ബി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 52. ഓക്കെ, ഇനിയുള്ളതാണ് ആർട്ടിക്കിൾ 53. ഓക്കെ, ആർട്ടിക്കിൾ 53 പറയുന്നത്, സോ നമ്മുടെ ആർട്ടിക്കിൾ 53 പറയുന്ന ഇതാണ്, നമ്മുടെ യൂണിയൻ്റെ, ഓക്കെ, നമ്മുടെ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയനാണ് ആർട്ടിക്കിൾ 53. ഓക്കെ, ആർട്ടിക്കിൾ 53 പറയുന്നത് യൂണിയൻ്റെ നിർവാഹാധികാരം നമ്മുടെ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുകയും അദ്ദേഹം അത് നേരിട്ടോ തൻ്റെ സബോർഡിനേറ്റ് അല്ലെങ്കിൽ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ വഴിയോ പ്രയോഗിക്കേണ്ടതുമായിരിക്കും. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 53 എന്ന് പറയുന്നത്. ഈ കൂടെ തന്നെയാണ് വരുന്നത് നമ്മുടെ ആർമിയുടെയും പ്രതിരോധ സേനകളുടെയും തലവൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻ്റ് ആയിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ 53 ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ 53 എന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ 53 പറയുന്നത്. ഓക്കെ, അടുത്താണ് ആർട്ടിക്കിൾ 54, ആർട്ടിക്കിൾ 55. ഓക്കെ, ആർട്ടിക്കിൾ 54, ആർട്ടിക്കിൾ 55. ഓക്കെ, ഇത് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 54, ആർട്ടിക്കിൾ 55. ഓക്കെ, അതിൽ ആർട്ടിക്കിൾ 54 എന്ന് പറയുന്നത്, സോ ആർട്ടിക്കിൾ 54 എന്ന് പറയുന്നത് എലക്ഷൻ ഓഫ് പ്രസിഡൻ്റ് ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 54 എന്ന് പറയുന്നത് എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്. ഓക്കെ, ആർട്ടിക്കിൾ 54 എന്ന് പറയുന്നത് എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്. ഓക്കെ, എലക്ഷൻ ഓഫ് പ്രസിഡൻ്റ് ആണ് ആർട്ടിക്കിൾ 54 എന്ന് പറയുന്നത്. ഓക്കെ, പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യുന്നത് ഒരു ഇലക്ട്രൽ കോളേജ് വെച്ചിട്ടായിരിക്കും എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 54. ഒരു ഇലക്ടോറൽ കോളേജ് വെച്ചിട്ടായിരിക്കും നമ്മുടെ പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 54 എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ കാണും? ഒന്ന്, എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ലെക്ചറിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണെങ്കിലും ഇലക്റ്റഡ് മെമ്പേഴ്സ്, ഓക്കെ, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ. ഓക്കെ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും എലക്റ്റഡ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മെമ്പേഴ്സ് പ്രസിഡൻറ്റ് എലക്ട് ചെയ്യാൻ വേണ്ടി വോട്ട് ചെയ്യുകയില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ആ കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുക. നമ്മുടെ പ്രസിഡൻറ്റിനെ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തികൾ പ്രസിഡൻറ്റ് ഇലക്ഷൻ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് രണ്ടാമതായിട്ട് ആരൊക്കെയാണ് നമ്മുടെ പ്രസിഡൻറ്റ് ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓക്കെ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ MLA മാർ. ഓക്കെ, നമ്മുടെ അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മുടെ ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള വിജയിച്ചു പോയിട്ടുള്ളതോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തികളും നമ്മുടെ പ്രസിഡൻറ്റ് ഇലക്ഷന് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് വോട്ട് ചെയ്യാറില്ല. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് മാത്രമേ പ്രസിഡൻറ്റ് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നോർത്ത് വെക്കുക. മൂന്നാമതായിട്ട് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഡൽഹിയും പുതുച്ചേരിയും യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഏതൊക്കെയാണ്? ഡൽഹിയും പുതുച്ചേരി. ഓക്കെ, ഡൽഹി ആൻഡ് പുതുച്ചേരി. ഓക്കെ, പുതുച്ചേരി. ഓക്കെ, യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഏതൊക്കെയാണ്? ഡൽഹിയും പുതുച്ചേരി. ഇത്രയും ചേർന്നിട്ടാണ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ 54. ആർട്ടിക്കിൾ 54 ഇലക്ട്രൽ കോളേജിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 55, ആർട്ടിക്കിൾ 54 ഇലക്ട്രൽ കോളേജ് കഴിഞ്ഞു. അടുത്തായിട്ട് ആർട്ടിക്കിൾ 55 പ്രകാരമാണ് ഇലക്ഷൻ നടക്കുന്നത്. ആർട്ടിക്കിൾ 55 പറയുന്നത് മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡൻ്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഓക്കെ, മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് പറയുന്നതാണ് ഈ ആർട്ടിക്കിൾ 55. ഓക്കെ, സോ ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ് കാണുക. ഓക്കെ, സോ അങ്ങനെ ആർട്ടിക്കിൾ 55 കഴിഞ്ഞു. ഓക്കെ, ആർട്ടിക്കിൾ 55 കഴിഞ്ഞ് ആർട്ടിക്കിൾ 56. ഓക്കെ, അങ്ങനെ ഒരാൾ പ്രസിഡൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കാലാവധിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 56, ടേം. ഓക്കെ, ടേം അല്ലെങ്കിൽ കാലാവധിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 56 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 57 എന്ന് പറയുന്നത്
അങ്ങനെ കാലാവധി കഴിഞ്ഞിട്ടുള്ള റീഇലക്ഷൻ, അദ്ദേഹത്തിന് റീഇലക്ട് ചെയ്യപ്പെടാമോ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 57. സോ ആർട്ടിക്കിൾ 56 പറയുന്ന സമയത്ത് ഒരു കാര്യം ഒത്തേക്ക്, ഒരു പ്രസിഡൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അദ്ദേഹം സ്ഥാനമേറ്റ അന്ന് മുതൽ അടുത്ത 5 വർഷം അതേ ദിവസം വരെയാണ് ഒരു പ്രസിഡൻറ്റിൻ്റെ കാലാവധി എന്നുള്ളത് ഓർത്തി വെക്കുക. ഓക്കെ, ആർട്ടിക്കിൾ 57 പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വീണ്ടും പ്രസിഡൻ്റായിട്ട് ഇലക്ഷന് നിൽക്കാമോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 57 എന്നുള്ളത് ഓർത്തി വെക്കുക. ഓക്കെ, റീഇലക്ഷനാണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ആർട്ടിക്കിൾ 57 പ്രകാരം ഒരു പ്രസിഡൻറ്റിന് എത്ര തവണ വേണമെങ്കിലും നമ്പർ ഓഫ് ടൈംസ്, ഓക്കെ, നമ്പർ ഓഫ് ടൈംസ് അദ്ദേഹത്തിന് നമുക്ക് എലക്ട് ചെയ്യപ്പെടാം. എന്നാൽ അമേരിക്കയുടെ USA കാര്യം പറയുന്ന സമയത്ത് ഓൺലി 2 ടൈംസ്, ഓക്കെ, 2 പ്രാവശ്യം മാത്രമേ ഒരു പ്രസിഡൻറ്റിന് ഇലക്ഷന് നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. സോ അടുത്തുള്ളത് ആർട്ടിക്കിൾ 58 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 58 എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഫോർ എലക്ഷൻ ഓഫ് പ്രസിഡൻ്റ് ആണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ ആർട്ടിക്കിൾ 58 പറയുന്നത്. ഓക്കെ, ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന്, ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. രണ്ടെന്ന് പറയുന്നത് 35 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, രാഷ്ട്രപതിയായിട്ട് ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ട വയസ്സെന്ന് പറയുമ്പോൾ 35 ആണ്. മൂന്നെന്ന് പറയുന്നത് ഒരു ലോക്സഭയിലെ അംഗമായിട്ടിരിക്കുവാൻ വേണ്ട എല്ലാ യോഗ്യതകളും വേണം. ഓക്കെ, ലോക്സഭയിൽ ഒരു അംഗമായിട്ടിരിക്കുവാൻ വേണ്ട എല്ലാ യോഗ്യതകളും വേണം. ഓക്കെ, ഇത്രയുമാണ് ഒരാളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നീട് അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ടത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഓർത്തിരിക്കുക. ഒരാൾ രാഷ്ട്രപതിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ഥാനം വയ്ക്കുന്ന സമയത്ത് അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ കീഴിലുള്ള മറ്റൊരു ഓഫീസിൽ നമ്മുടെ സാലറി മേടിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാൻ പാടില്ല. അതാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ കാര്യം കൂടി ഓർത്ത് വെക്കുക. സോ ആർട്ടിക്കിൾ 58 പ്രകാരം ഒരു പ്രസിഡൻ്റായിട്ട് ഇലക്ഷന് നിൽക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടെന്ന് പറയുന്നത് 35 വയസ്സ് പൂർത്തിയായിരിക്കണം. മൂന്നെന്ന് പറയുന്നത് ലോക്സഭ MP ആകാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് വേണം. നാലെന്ന് പറയുന്നത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, അതായത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ സമയത്ത് മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ കീഴിൽ മറ്റ് സ്ഥാനങ്ങളൊന്നും അലങ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഒരു നിശ്ചിത തുക നമ്മുടെ RBIയിലേക്ക് കെട്ടിവെക്കുകയും ചെയ്യണം. എനിക്ക് തോന്നുന്നു 15,000 രൂപയാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ അതാണ് ആർട്ടിക്കിൾ 58 പറയുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 59 എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷൻ ഫോർ പ്രസിഡൻസ് ഓഫീസാണ്. ഓക്കെ, കണ്ടീഷൻസ് ഫോർ ദ പ്രസിഡൻറ്റ് ഓഫീസാണ് നമ്മുടെ ആർട്ടിക്കിൾ 59 വരുന്നത്. ഓക്കെ, സോ ആർട്ടിക്കിൾ 59 എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഫോർ ദ പ്രസിഡൻറ്റ് ഓഫീസാണ്. ഓക്കെ, സോ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഓക്കെ, ഓഫീസ് ഓഫ് പ്രോഫിറ്റ് വരുന്നുണ്ട്, മറ്റ് സ്ഥാനമാനങ്ങളൊന്നും അലങ്കരിക്കാൻ പാടില്ല എന്നുള്ളതും. രണ്ട്, സാലറി ആൻഡ് അലവൻസ്. ഓക്കെ, ഒരാൾ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സാലറിയും അലവൻസസും അദ്ദേഹത്തിൻ്റെ കാലയളവിൽ കുറയ്ക്കുവാൻ പാടില്ല എന്ന് പറയുന്നതാണ് സാലറി ആൻഡ് അലവൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ ഫോർ ദ ഓഫീസ് ഓഫ് പ്രസിഡൻറ്റിനകത്ത് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നീട് നമ്മുടെ രാഷ്ട്രപതിയുടെ വസതിയും മറ്റും അദ്ദേഹത്തിന് ഉപയോഗിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ തന്നെ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആർട്ടിക്കിൾ 52 മുതൽ 63 വരെയുള്ളതിൽ പഠിക്കാനുള്ളത്. സോ നമുക്ക് കഥ പോലെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ആർട്ടിക്കിൾ 52 മുതൽ 53 വരെ, 52 അല്ല 63 വരെ ഉള്ളത്. ഓക്കെ.